ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കുറച്ച് ടിപ്സ് വീഡിയോകളുമായിട്ടാണ്. ഉജാല കലക്കിയ വെള്ളത്തിലേക്ക് പേസ്റ്റ് ഒഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ ടിപ്പ്, ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ പഴുപ്പിച്ചെടുക്കുവാൻ പറ്റുക എന്നുള്ളതാണ്. പണ്ടൊക്കെ എല്ലാവരും വൈക്കോലൊക്കെ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിൾ അല്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് വേഗം പഴുപ്പിച്ചെടുക്കാം എന്ന് നോക്കാം. ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ പഴുപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ്. ഇനി നമുക്ക് ന്യൂസ് പേപ്പറിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബക്കറ്റിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ആക്കി നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പഴുത്ത് കിട്ടും. ഇതുപോലെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് വൈകിയാൽ ചോറ് വെന്ത് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെ ചോറ് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ അരിയിട്ട് തിളക്കുന്ന സമയത്ത് കുറച്ച് കുക്കിംഗ് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു വാഴയിലയാണ്. വാഴയിലയുടെ ഈ നടുവിലുള്ള തണ്ട് നമുക്ക് ഇലയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇതുപോലെ കറയുള്ള ആ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ ഇരുമ്പിൻ്റെ ദോശത്തവയൊക്കെ കുറച്ച് നാൾ ഉപയോഗിക്കാതെ വെച്ചാൽ അതിലൊരു കറ പിടിച്ചതായിട്ട് നമുക്ക് കാണാം. ആ ഒരു കറയും ഇരുമ്പിൻ്റെ അംശവും ഒക്കെ കഴുകിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ദോശത്തവ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇതുപോലെ ഒരു കത്തിയോ ഫോർക്കോ ഉപയോഗിച്ച് കുത്തി ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു കറയൊക്കെ നന്നായിട്ട് ഇളകി പോകുന്നതായിട്ട് കാണാം. എന്നിട്ട് അവസാനം നമുക്ക് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാസ്ക് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചകിരിയാണ്. ഇതിലേക്ക് കുറച്ച് കംഫർട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചകിരി ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിലേക്കായി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു മാസ്ക് ഫോൾഡ് ചെയ്തിട്ട് ബാത്റൂമിലോ കബോർഡിൻ്റെ ഒക്കെ ഉള്ളിലോ ആയിട്ട് വെക്കാം. ബാത്റൂമും കബോർഡും ഒക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും പിന്നെ ഉണ്ടാവുക. ഒരാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉജാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോൾഗറ്റ് ചേർത്ത് കൊടുക്കാം. ഗോൾഗറ്റ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരും.
ഈ മിക്സ് ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഒഴിക്കാം. ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലെ മങ്ങിയ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഉജാലയുടെ മിക്സ് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇതുപോലെ എല്ലായിടത്തും തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കഴുകിയെടുക്കാം. നല്ലൊരു ബ്രൈറ്റ്നെസ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളും ക്ലീൻ ആക്കാം. ഇടയ്ക്കൊക്കെ നമ്മൾ ടേബിളൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടും ക്ലീൻ ആയിട്ടും തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് ജനലിൻ്റെ ഗ്ലാസും ക്ലീൻ ആക്കി എടുക്കാം. ഏത് തരം ഗ്ലാസുകളും ഇത് വെച്ച് നമുക്ക് ക്ലീൻ ആക്കാം. ഗ്ലാസ് ഒക്കെ നല്ലോണം വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളും ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ആക്കാം. സ്റ്റീലിൻ്റെ മങ്ങിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.